ഹായ്, നമസ്കാരം. എവിടാന്നറിയണ്ടേ? പെരുന്തേനരുവി വാട്ടർഫാൾസ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് പെരുന്തേനരുവി വെള്ളമൊക്കെ കൂടി ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടോട്ടാണ് യാത്ര. ഈ അടുത്ത യാത്ര എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവി ഞാൻ ഒരു പ്രാവശ്യം പോയിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ KSRTC ബസ്സിലാണ് പോയത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പോകുന്നുണ്ട് ഗവിയിലേക്ക്. നേരത്തെ ഇട്ട വീഡിയോയ്ക്ക് അത് മാത്രമല്ല, കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ട് എന്ത് ചെയ്തു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ പുതിയതായി ഞാനൊരു വീഡിയോ കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ സപ്പോർട്ട് ചെയ്ത് തരണം. നേരത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പെരുന്തേനരുവി 2 പ്രാവശ്യം ഞാൻ എടുത്തിരുന്നു. അന്ന് വെള്ളമില്ലാത്ത സമയത്തായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അന്നേരം കുഴികളൊക്കെ കാണാൻ പറ്റി കുറച്ചുകൂടെ. ഇത്തവണ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻട്രോ മാത്രമേ ഞാൻ അല്ലാതെ പറയുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഡ്രോണിലായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുക, ഡ്രോൺ ക്യാമറയിൽ. അപ്പോൾ അവിടെ ഡ്രോൺ ക്യാമറ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെന്നാലും എടുത്തല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് ആ കുഴിക്കകത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ആ കുഴിക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 3-ാം പക്കമേ നമ്മളെ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ കാണത്തില്ല. അതോടുകൂടി എൻ്റെ കഥ കഴിയും. അപ്പോൾ എനിക്ക് പകരം DJI-Air 2S നമ്മുടെ ഡ്രോൺ ക്യാമറ പോയി ആ കുഴിയൊക്കെ എടുത്തിട്ട് വന്നോളൂ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നല്ല ഒരു 350-250 ആ ഹൈറ്റില്ലേ, ആ നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഡ്രോൺ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊന്തിയുള്ള ഹൈറ്റിൽ നിന്നുള്ള കാഴ്ചകളായിരിക്കും വരുന്നത്. അപ്പോൾ അടിപൊളി ഡ്രോൺ കാഴ്ച. അപ്പം ലൈക്ക് അടിക്കാനും ഒരു ഷെയർ അടിക്കാനും ചെറിയൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് പറയുന്നു. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഇനി വേറെ 1-2 വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് വേറെ ഒരാളും കൂടെ കൂട്ടണം. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ആയിരിക്കും അടുത്ത ട്രിപ്പ്. ഗവി കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പ് പോകുന്നത്, മലക്കപ്പാറ അങ്ങോട്ടുള്ള റൂട്ടിൽ. മലക്കപ്പാറയൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ സ്ഥലമാണ്. ഞാനിപ്പോൾ ഈ പെരുന്തേനരുവിയുടെ അവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കരുടുമുട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉൾക്കാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ കാട്ടിലെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഇൻട്രോ പറയുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാമെന്ന് കരുതി. എവിടെ നോക്കിയാലും ഉണ്ട് നല്ല കാഴ്ചകളാണ് ഗൈസ്. എവിടെ നോക്കിയാലും നല്ല കാഴ്ച. കണ്ടോ, വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. കാരണം സമയം മൂലം ബന്ധിതമാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാലേ, ഇപ്പം 2 ദിവസമായിട്ട് പനിയുടെ ഒരു കോളുണ്ട്. അത് ഈ മൂക്കിൽ ഇങ്ങനെ ഒലിക്കുക. നമുക്ക് ഈ ജോലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഇടാമെന്നാണ്. ഇപ്പോൾ ഞാൻ 1 ഇട്ട് 2 ദിവസം അങ്ങനെ ഇട്ട് 3 ദിവസം ഇടവിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയം നമുക്ക് പോകാൻ പറ്റത്തുമില്ല. അപ്പോൾ നമ്മുടെ കടബാധ്യതയൊക്കെ തീർന്നു വരിക. ഇനി 2 കടബാധ്യതയും കൂടെ ഉള്ളൂ. ഈ മാസത്തെ ഒരു കടബാധ്യത കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു. കടബാധ്യത തീർന്നു കിട്ടി. ഇനി ഒറ്റ ഒരു കടബാധ്യതയേ ഉള്ളൂ, 4000 രൂപ ആ മാസടവ് മാത്രമേ ഉള്ളൂ. എന്തിനാണെന്നറിയാം, നമ്മുടെ ഡ്രോൺ ക്യാമറയുടെ അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അതിന് ഡ്രോൺ ക്യാമറയുടെ കടവ് 2 വർഷവും 7 മാസം കൂടെ കഴിയുമ്പോൾ ഡ്രോണിൻ്റെ കടവങ്ങ് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വതന്ത്രനാണ്. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകാതിരിക്കത്തില്ലെന്ന് കേട്ടോ. ഇപ്പം നിൽക്കുന്ന ബേക്കറിൽ തന്നെ ഞാൻ സ്ഥിരമായിട്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ജോലിക്ക് പോകും. അപ്പോൾ പെരുന്തേനരുവി ചെന്നിട്ട് ഡ്രോണിൻ്റെ കാഴ്ചകളുമായിട്ട് കാണാം. അപ്പോൾ ഒരു കമൻറ്റെങ്കിലും വരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റൊക്കെ ഇടണേ ഗായ്സ്. നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ട കമൻറ്റ്, പെരുന്തേനരുവിയെ പറ്റി എന്ത് കമൻറ്റ് വേണേലും നിങ്ങൾക്കിടാം. അതിന് ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കത്തില്ല. പെരുന്തേനരുവിയെ അറിയാവുന്ന കാണുന്ന ആരാണോ, അല്ലെങ്കിൽ ഒരു ലൈക്ക്, അല്ലെങ്കിൽ ഒരു ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലവിൻ്റെ ചിഹ്നം, അങ്ങനെ ഒരിക്കൽ കൂടി ഞാൻ പെരുന്തേനരുവി പോകുന്നതായിരിക്കും. ഗ്ലാസ് ബ്രിഡ്ജ്
പാലം വരുമ്പോൾ അതിൻ്റെ മനോഹരമായ വീഡിയോ ഷൂട്ടിങ്ങിന് മാത്രമായിട്ട് ഞാൻ വരുന്നുണ്ടായിരിക്കും പെരുന്തേൻ അരുവിയിൽ. 94 പേർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് പെരുന്തേൻ അരുവിയിൽ. ഗായ്സ് നോക്കൂ, ഇതിൻ്റെ ഡാമിൻ്റെ മുകളിലൂടെ വണ്ടി ഓടിക്കാത്ത ഒരാളിലും ഉണ്ടോ? എല്ലാവരും വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാന ആകർഷണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പമ്പയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ നദി. ഈ നദി വരുമ്പോൾ ഇത് അവസാനിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ഭാഗത്താണ് ഇത് അവസാനിക്കുന്നത്. ഇത് പമ്പാ നദി. ഈ പമ്പാ നദിയുടെ പാറക്കെട്ടുകളിലൂടെ നല്ല ബലമായി ഒഴുകും, കുത്തി ഒഴുകി അവിടെ കയങ്ങൾ രൂപപ്പെട്ടതാണ് ഇതിൻ്റെ അപകട കാരണം. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. വെള്ളത്തിൽ ഇറങ്ങാതെ സൈഡും എല്ലാം നല്ലപോലെ കണ്ട് വൃത്തിയായിട്ട് മനോഹരിയായിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇവിടെ 94 പേരോളം മരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമുക്കൊരു കാന്തം ഉണ്ടല്ലോ, നമ്മുടെ ഈ കാന്തം ആണിയുമായിട്ടുള്ള ആകർഷണം ഉണ്ടാകുമ്പോൾ ഇതുമായിട്ടൊരു പിടുത്തം പോലെ തോന്നും. അപ്പം നമ്മളെന്ത് ചെയ്യും? ഇത് ചെറിയൊരു കുഴിയല്ലേ ഉള്ളൂ, അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ വൻ കുഴിയാണ്. ഇവിടെ ഫയർഫോഴ്സ് പോലും അതിനകത്ത് ഇറങ്ങത്തില്ല, ഇന്ത്യൻ നേവി പോലും അതിനകത്ത് ഇറങ്ങത്തില്ല. കാരണം അത്രയ്ക്കും ഭയങ്കര കയവായി. പോയതാ, പിന്നെ നോക്കുക വേണ്ട. അത്രയ്ക്കും ഡേഞ്ചറായ സ്ഥലമാണ് ഈ പെരുന്തേൻ അരുവി. അപ്പോൾ ഡാമിൻ്റെ മുകളിലോട്ടൊക്കെ അങ്ങ് പ്രത്യേകം വൈബാ കാണാനും. ഡാമിൻ്റെ താഴ്വശത്തോട്ട് പോകുന്ന ഈ വെള്ളം നമ്മുടെ മിൽമപ്പാലില്ലേ, മിൽമപ്പാൽ പോലെ പതഞ്ഞു ഒഴുകിയാണ് ഓരോ കല്ലുമേൽ തട്ടിയാണ് ഇത് പാല് പോലെ ഒഴിഞ്ഞ് താഴോട്ട് പോകുന്നത്. മൊത്തം പാറക്കൂട്ടങ്ങളാണ്. ഈ ഡാമിൻ്റെ കാഴ്ചകൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അപ്പം താഴ്വശത്തോട്ടുള്ള ഭാഗങ്ങളൂടെ നമ്മൾ കാണിച്ചു തരാം. അതും ഡ്രോണിലാണ് ഷൂട്ട് ചെയ്ത്. അപ്പോൾ എല്ലാവരും, ഞാൻ ഡ്രോൺ പറത്തുമ്പോൾ തന്നെ ഉണ്ട്, എല്ലാവരും നമ്മളെ അങ്ങ് ശ്രദ്ധിക്കുക. ഇവൻ എന്താണ് ഈ എടുക്കുന്നത് ഇത് വെച്ചിട്ട്? ഡ്രോൺ മേലോട്ട് നല്ല ഹൈറ്റിൽ പറന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായ ഡ്രോണാന്നുള്ള കാര്യം. അവിടെ പഞ്ചായത്ത് മെമ്പർ നിപ്പുണ്ട്, ഈ സർവേക്ക് വന്ന എല്ലാവരും അവിടെ നിപ്പുണ്ടായിരുന്നു. ഞാൻ ഈ സൈഡിൽ, അപ്പം ഞാൻ അറ്റത്തോട്ടൊന്നും പോയില്ല. നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നോക്കി നിന്നിട്ട് ഡ്രോൺ ഞാൻ പറത്തിയിട്ടുള്ളൂ. അപ്പം ഇത് ഡ്രോൺ നല്ല ഹൈറ്റിൽ കയറ്റിയിട്ട് ഇങ്ങ് കറക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേകം കാഴ്ചകളായിരിക്കും. നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. താഴെയാണെങ്കിൽ ഒരു ചേട്ടനുണ്ടല്ലോ, മീൻപിടുത്തമാണ്. പുള്ളിക്കാരനാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു 8 കിലോ വരുന്ന ഒരു മീനെ ചൂണ്ടക്കകത്ത് പിടിച്ചതാണ്. അപ്പം ചൂണ്ട പൊട്ടിച്ചുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. രാത്രി താഴെ 8 മണി കഴിഞ്ഞാൽ വലയിട്ട് ഇവർ മീൻ പിടിക്കുന്നതാണ്. ഇവർക്ക് നല്ല പരിചയമായി, മീൻപിടുത്തക്കാർക്ക്.
എവിടെ കുഴിയുണ്ട് എവിടെ കുഴിയില്ലെന്ന് അവർക്കറിയാം. രാത്രിയിൽ അവർ മീൻ പിടിച്ചിട്ടായിരിക്കും വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. ഇതിൻ്റെ ശരിക്കുള്ള കാഴ്ച കാണുന്നുണ്ട്. ഈ പമ്പോസ് ഉണ്ടല്ലോ, വെള്ളമടിക്കുന്ന പറഞ്ഞാൽ ഞാൻ മദ്യപാനൊന്നുമല്ല കേട്ടോ. ഈ വാട്ടർ അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിക്കത്തില്ലേ പമ്പോസ്, അതിൻ്റെ സൈഡ് എന്നിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുക്കണം. ആ മൊബൈൽ നല്ല വീഡിയോ ക്വാളിറ്റി എടുക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ പെരുന്തന്നരുവിയുടെ മനോഹാരിത. അതിനകത്ത് അപകടവും ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. നമ്മുടെ ഡ്രോൺ മേലോട്ട് പറത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കാക്ക, പരുന്ത്, ഈ സാധനങ്ങൾ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ചെന്നാലും ഇതായിരിക്കും അവസ്ഥ. ഡ്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഉപകാരങ്ങളാണ്. നമുക്ക് അപകടമായിട്ടുള്ള ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഡ്രോണ് അതിനകത്തോട്ട് ഇറക്കിയിട്ട് നമുക്ക് വീഡിയോ പിടിക്കാം. ഇപ്പം നമുക്ക് അതിനകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് ഈ ഡ്രോണിനെ ഉപയോഗിച്ച നല്ല മനോഹരമായ ദൃശ്യങ്ങൾ സ്വന്തമാക്കാം. എന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത ജണ്ടായിക്കപ്പാറ, ആ പാറയുടെ ആ സൈഡിൽ കൂടെ നല്ല ഹൈറ്റിൽ ഓടിച്ചില്ലേ, രണ്ട് സൈഡിലും കുഴിയാണ്, അതിൻ്റെ സൈഡിലൂടെ ഒരു കോൺക്രീറ്റ് റോഡ്. അപ്പം കാണാനുണ്ടല്ലോ ഭയങ്കര കാഴ്ചകളായിരിക്കും. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ടയിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ പെരുന്തേനരുവി. അപ്പോൾ ഇത് പത്തനംതിട്ടയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ പമ്പാ നദിയിലെ പോഷക നദിയായ പെരുന്തേനരുവിയിലാണ് ഈ വെള്ളച്ചാട്ടം. പമ്പാ നദിയിൽ പെരുന്തേനരുവി കുറച്ച് മുകളിൽ ഭാഗമായി പനംകുത്തി അരുവി, ഗ്രാമീണ അരുവി എന്നീ വെള്ളച്ചാട്ടങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട്. ഗായ്സ്, എനിക്ക് വരാൻ പറ്റിയ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ റാന്നിന്ന് അങ്ങനെ പെട്ടെന്ന് കയറി വന്നത്. ഇവിടെ ഇതിനു മുമ്പേ ആദ്യം മരണപ്പെട്ട ആരാന്നറിയോ? ആർക്കെങ്കിലും അറിയോ? ചക്കൻ വേലായുധൻ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ മരിച്ചത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ മദ്യത്തിനകത്ത് മയക്കമരുന്നോ അങ്ങനെ ഒരു സംഭവം അതിനകത്ത് ചേർത്തിട്ട് എല്ലാവരും കൂടി ഇതിനകത്ത് കൊണ്ടിട്ടെന്നാണ് എല്ലാവരും പറയുന്നത്, അവിടുത്തെ വിശ്വാസം. അപ്പം ചക്കൻ വേലായുധൻ ഭയങ്കരമായിട്ട് പെരുന്തേനരുവി ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആത്മാവിനെ റാന്നിയിൽ വേറൊരു അമ്പലത്തിൽ തന്നെ കുടിയിരുത്തിയിട്ടുണ്ട്. അപ്പം ചക്കൻ വേലായുധനെ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ ഐശ്വര്യങ്ങളൊക്കെ കിട്ടുമെന്നുണ്ട്, പ്രത്യേകം അങ്ങനെ പറയുന്നുണ്ട്. ഈ അരുവി മൂളിക്കഴിഞ്ഞാൽ ഒരു മരണം കൂടെ നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഈ അരുവി മൂളിയ അത്തിക്കയം വരെ കേൾക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അത്രയ്ക്കും രാത്രിയിലൊക്കെ നല്ല മൂളിച്ചയായിരിക്കും. അങ്ങ് നമ്മുടെ സൈറം മുറത്തില്ലേ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് മൂളിച്ച ഉണ്ടാവും. 2 വർഷമായിട്ട് ഇപ്പം ഇവിടെ ഈ ഭാഗത്ത് അപകടമൊന്നും നടന്നിട്ടില്ല. കാരണം സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പം 2 ഭാഗത്തായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ആരും അങ്ങോട്ട് പോകാത്തത്.
വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഡ്രോൺ പറത്തി കഴിഞ്ഞപ്പോഴേ ഒരു അബദ്ധം പറ്റി. നല്ല ഹൈറ്റിലോട്ട് കയറ്റി കഴിയുമ്പോണ്ട് ഇങ്ങനെ പറക്കുന്ന 2 സാധനം കാക്ക പരുന്ന്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, അതിൻ്റെ മണ്ടയിലോട്ട് ഒരു കൊത്തു കൊടുത്താൽ എന്ത് ചെയ്യും, നേരെ വെള്ളത്തിൽ പോവും. ഞാൻ നല്ല ഹൈറ്റ് കയറ്റി എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എവിടെ ഞാൻ പരിപാടി അവതരിപ്പിക്കാൻ ചെന്നാലും ഉണ്ടല്ലോ, ഈ കാക്ക പരുന്ത് ഈ പക്ഷികൾ ഇത് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒരുമാതിരി നല്ല ഹൈറ്റിലൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ സന്ദിപ്പും വണക്കം. അപ്പോൾ